മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ വിയോജിപ്പ് പരസ്യമാക്കി അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ചർച്ച തുടങ്ങിയിരിക്കുകയാണ് CPIM. താനൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉൾപ്പെടെയുള്ള ലീഗിലെ അതൃപ്തരുമായി CPIM നേതാക്കൾ ചർച്ച നടത്തി. താനൂരിലെ CPIM പ്രഖ്യാപിച്ച വി അബ്ദുറഹ്മാൻ ഇതുവരെ പ്രചാരണത്തിറങ്ങിയിട്ടില്ല. ആർ ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗ് നേതൃത്വത്തിനെതിരെ കലഹം തുടങ്ങി കഴിഞ്ഞ തൊട്ടു പിന്നാലെ തന്നെ CPIMുമായുള്ള ചർച്ചകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞല്ലോ. അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ ഏറിയിരിക്കുകയല്ലേ? അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി അബ്ദുറഹ്മാൻ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുമില്ല. എങ്ങനെയാണ് സ്ഥിതിഗതികൾ? മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാനെ ആയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇതുവരെയും വി അബ്ദുറഹ്മാൻ പ്രചരണ രംഗത്ത് സജീവമായിരുന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം. എന്തായാലും ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ താനൂർ മണ്ഡലത്തിൽ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എതിർ ശബ്ദങ്ങളുമായി വിമത ശബ്ദങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ടയാൾ താനൂരിൽ 2016 മത്സരിച്ച് പരാജയപ്പെട്ട മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. അതോടൊപ്പം തന്നെ താനൂർ മണ്ഡലത്തിലെ ലീഗിന്റെ പ്രസിഡന്റ് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഒരാളും കലാപക്കൊടി ഉയർത്തി നിൽക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി CPIM നേതൃത്വം മധ്യസ്ഥർ വഴി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇതുവരെ സ്ഥാനാർത്ഥിയാവാൻ പൂർണ്ണ സമ്മതം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഖ്യാപനം നീണ്ടുപോകുന്നത്. ഇന്ന് താനൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലെത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് CPIM ചർച്ചകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. നേരത്തെ പ്രഖ്യാപിക്കാനുള്ള 5 മണ്ഡലങ്ങളും ഒപ്പം താനൂരിൽ മാറ്റമുണ്ടെങ്കിൽ അതും ചേർത്ത് പ്രഖ്യാപിക്കണമെന്നാണ് CPIM താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ മാത്രമേ ലീഗ് പ്രാദേശിക നേതാക്കളെ അവിടേക്ക് പരിഗണിക്കുകയുള്ളൂ. ആദ്യ പരിഗണന അബ്ദുറഹ്മാനെ തന്നെ അനുനയിപ്പിക്കുന്നതിനായിരുന്നു. എന്നാൽ ആ അനുനയ ശ്രമം ഏതാണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി അടക്കമുള്ള മറ്റ് ഓപ്ഷനുകൾ തേടുന്നത്. ശ്രീജിത്ത്, അബ്ദുറഹ്മാൻ രണ്ടത്താണി നമുക്കറിയാം PK കുഞ്ഞാലിക്കുട്ടിയുമായി വളരെ അടുത്ത് നിൽക്കുകയും ഒരു ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഉള്ള പ്രചാരണ പരിപാടികൾ പ്രസംഗങ്ങളിലൂടെയൊക്കെ വളരെ സജീവമായി നിൽക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പാർട്ടിക്കകത്ത് ശ്രദ്ധേയനാകുന്നത്. രണ്ടത്താണി ഇത്തവണ തടയാൻ എന്തായിരിക്കും ലീഗിൽ അങ്ങനെ ഒരു നീക്കം നടക്കാനുള്ള കാരണം എന്തായിരിക്കും? കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ നേതാക്കളുമായി രണ്ടത്താണിക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു അസ്വാരസ്യത്തിന്റെ ഭാഗമായിട്ടാണോ ഈ തടയൽ ഉണ്ടായിട്ടുണ്ടാവുക? അതുകൊണ്ടാണോ കളം മാറുന്നതിനെ കുറിച്ച് രണ്ടത്താണി ചിന്തിക്കുന്നത്? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികൾ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണി. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും മറ്റുമായിരുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണി നിയമസഭാ സീറ്റ് ലഭിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത്. 2006 കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോഴൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിച്ചുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രസംഗങ്ങൾ വലിയ തോതിൽ പ്രചാരം നേടിയിരുന്നു. അന്ന് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ മറ്റും PK കുഞ്ഞാലിക്കുട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രസംഗം മറ്റും പുറത്തു വന്നത്. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായിരുന്നെങ്കിൽ ഒരുപക്ഷെ വൈറലായേക്കാവുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ആയി 2016 അദ്ദേഹം താനൂരിൽ വി അബ്ദുറഹ്മാനോട് പരാജയപ്പെട്ടത് മുതലാണ് അദ്ദേഹത്തിന് അവിടെ ഒരു കീഴ്പോട്ടിറക്കം തുടങ്ങിയത്. പിന്നീട് 2021 താനൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല. അന്ന് അവിടെ മത്സരിച്ചത് യൂത്ത് ലീഗിന്റെ നേതാവായ PK ഫിറോസ് ആണ്. കേവലം 985 വോട്ടുകൾക്കാണ് അബ്ദുറഹ്മാനോട് PK ഫിറോസ് അവിടെ പരാജയപ്പെട്ടത്. 5000 പര വോട്ടുകൾക്കായിരുന്നു ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി 2014 പരാജയപ്പെട്ടത്. അങ്ങനെ പിന്നീട് 2021 പരിഗണിക്കപ്പെടാതായതോടുകൂടിയാണ് നേതൃനിലയിൽ നിന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പിന്നോക്കം പോകുന്നതായി കണ്ടത്. എന്തായാലും നേതാക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടെങ്കിലും ഇന്നലെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തെ ഓർത്തുകൊണ്ടുള്ള പോസ്റ്റാണ് ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി നടത്തിയത്. എന്തായാലും ഇപ്പോൾ നേതാക്കൾ അദ്ദേഹത്തെ പരിഗണിക്കാത്തതിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും വിഷമമുണ്ടാകും. അങ്ങനെയാണ് രാഷ്ട്രീയ എതിരാളികളുമായ CPIMുമായുള്ള ചർച്ചകളും മറ്റും തുടങ്ങി വെച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.